നമസ്കാരം. പണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് തോട്ടുവരമ്പത്ത് നിന്നുകൊണ്ട് ഒരാൾ ചൂണ്ടയിടുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരാൾ കുറച്ചു നേരം ഇയാൾ ചൂണ്ടയിടുന്നത് നോക്കി നിന്നു. അങ്ങനെ കുറച്ചു നേരം അയാളെ നിരീക്ഷിച്ചപ്പോൾ അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് അയാൾ പിടിക്കുന്ന വലിയ മത്സ്യങ്ങളെയെല്ലാം തോട്ടിലേക്ക് വലിച്ചെറിയുകയും അതുപോലെ ചെറിയ മത്സ്യങ്ങളെ കിട്ടുമ്പോൾ അദ്ദേഹം തന്റെ കൂടയിലേക്ക് ഇടുകയും ചെയ്യും. അപ്പോൾ മറ്റേയാൾ വിചാരിച്ചു, ഇയാൾ എന്തൊരു പൊട്ടനാണ്. സാധാരണ വലിയ മത്സ്യങ്ങളെ കിട്ടുമ്പോഴാണ് കൂടയിലേക്ക് ഇടുകയും ചെറിയ മത്സ്യങ്ങളെയാണ് സാധാരണ ഒഴിവാക്കാറുള്ളത്. പക്ഷെ ഇയാൾ ചെയ്യുന്നത് നേരെ വിപരീതമാണ്. വലിയ മത്സ്യങ്ങളെ കിട്ടുമ്പോൾ അയാൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, ഹലോ സുഹൃത്തെ, താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? വലിയ മത്സ്യങ്ങളെയൊക്കെ സാധാരണ പിടിച്ചാൽ അത് കൂടയിലേക്ക് ഇടുകയും ചെറിയ മത്സ്യങ്ങളെയാണല്ലോ സാധാരണ കളയാറുള്ളൂ. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ വീട്ടിൽ ചെറിയ ചീനച്ചട്ടി മാത്രമേ ഉള്ളൂ, വലിയ ചീനച്ചട്ടി ഇല്ല. അപ്പോൾ ഞാൻ ഈ വലിയ മത്സ്യത്തെ കൊണ്ടുപോയാൽ എന്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തെ, അതിന് താങ്കളുടെ വീട്ടിൽ വലിയ മൂർച്ചയുള്ള കത്തി ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാൽ താങ്കളുടെ ചെറിയ ചീനച്ചട്ടിയിൽ അത് കറി വെക്കാമല്ലോ. എന്നിട്ട് താങ്കൾക്ക് ഏറ്റവും രുചികരമായ മീൻകറി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അതായത് വലിയ മത്സ്യമാണ് ഏറ്റവും രുചികരമായിട്ടുള്ളത്. അങ്ങനെ ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി. തന്റെ വീട്ടിൽ മൂർച്ചയുള്ള കത്തിയുണ്ട്, അതുകൊണ്ട് കഷ്ണിച്ചാൽ തനിക്ക് രുചിയുള്ള കറി കഴിക്കാമല്ലോ, മീൻ കഴിക്കാമല്ലോ എന്ന് അയാൾ വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് അയാൾ പിടിക്കുന്ന മത്സ്യമെല്ലാം വലിയ മത്സ്യം കിട്ടുമ്പോൾ തന്റെ കൂടയിലേക്ക് എടുക്കുകയും ചെറിയ മത്സ്യങ്ങൾ കിട്ടുമ്പോൾ തോട്ടിലേക്ക് എറിഞ്ഞു കളയുകയുമാണ് പിന്നെ അയാൾ ചെയ്യാറ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി വലിയ മത്സ്യത്തിനാണ് ഏറ്റവും രുചി കൂടുതലുള്ളത് എന്ന്. ഈ ഒരു മീൻപിടുത്തക്കാരന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള ചെറിയ ചീനച്ചട്ടിയുമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതായത് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ വളരെ ചെറുതാണ്. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ എത്രത്തോളം വലുതാകുന്നുവോ അത്രത്തോളമാണ് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കാവുന്നത്. നമ്മൾ എത്രത്തോളം ഉയരം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഉയരത്തിലെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല ആളുകളും ജീവിതത്തിൽ ഒന്നും ആകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് വലിയ സ്വപ്നങ്ങളില്ല, വലിയ ആഗ്രഹങ്ങളില്ല, വലിയ പ്രതീക്ഷകളില്ല എന്നാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതിനുവേണ്ടി നിരന്തരമായി പ്രയത്നിച്ചാൽ, പ്രാക്ടീസ് ചെയ്താൽ ഒരുപക്ഷെ 500 ആളുകൾ അല്ലെങ്കിൽ 1000 ആളുകളുടെ മുന്നിൽ നിന്ന് കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാകാൻ സാധിക്കും. അതുപോലെ തന്നെ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസരങ്ങളൊക്കെ ശരിയായി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്ന ഒരു നടന ആകാൻ പോലും അയാൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എത്രത്തോളം ഉയരത്തിലെത്താൻ നാം ആഗ്രഹിക്കുന്നുവോ അതിന്റെ പകുതിയോളം നമുക്ക് എത്താൻ സാധിക്കുമെന്നാണ്. ഒരു മലയോളം ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ ഒരു കുന്നോളം ഉയരത്തിലെത്താൻ സാധിക്കും. അപ്പോ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പ്രതീക്ഷകളും ഒക്കെ വലുതാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.